നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും എന്ത് തീരുമാനം എടുക്കണം എന്നുള്ള ഒരു സാഹചര്യത്തിൽ പെട്ടുപോകാറുണ്ട്. അഥവാ നമ്മുടെ മനസ്സിൽ തന്നെ തോന്നാറുണ്ട്, ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ശരിയായിരിക്കുമോ അഥവാ തെറ്റായി പോയോ എന്നുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. ഇപ്പൊ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലായിരിക്കാം, അഥവാ ഭാര്യ ഭർത്തൃ ബന്ധത്തിലായിരിക്കാം, അഥവാ നമ്മുടെ കൂട്ടുകുടുംബങ്ങളാണെങ്കിൽ, അഥവാ നമ്മുടെ ബന്ധങ്ങൾക്കിടയിലാകുമ്പോൾ, അഥവാ നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും കാര്യത്തിലാണെങ്കിൽ, നമ്മുടെ ജോലിപരമായിരിക്കുന്ന കാര്യമാകുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു സങ്കല്പം വരാറുണ്ട്, ഞാൻ എടുക്കുന്ന തീരുമാനം ശരിയായിരിക്കണേ, അല്ലെങ്കിൽ ഇത് തെറ്റാകുമോ ശരിയാകുമോ എന്നുള്ളതൊക്കെ നമ്മുടെ മനസ്സിലൊരു കലങ്ങി തെളിയുന്നൊരു സങ്കല്പങ്ങളാണ്. അപ്പോൾ സാധാരണ രൂപത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇപ്പൊ ഒരു വാഹനം മേടിക്കണം എന്ന് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചിന്ത വരും, ഇത് ഞാൻ ആരോടെ ചോദിക്കേണ്ടത്. അപ്പൊ പൊതുവെ നമുക്കറിയാം, വാഹനത്തെ കുറിച്ച് അറിവുള്ളവരുടെ അടുത്ത് നമുക്ക് പോയി ചോദിച്ചാൽ അതിനെക്കുറിച്ചുള്ള തീരുമാനം എടുക്കാൻ എളുപ്പമാകും. അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷന്റെ കാര്യത്തിലാണെങ്കിൽ അതിന്റെ എക്സ്പേർട്സ് ആരാണ് അവരോട് ചോദിച്ചാൽ നമുക്ക് അവിടെയും തീരുമാനം എടുക്കാൻ ചിലപ്പോൾ അത് സഹായമായി വരും. അതുപോലെ തന്നെ ഒരു വീട് വസ്തു വാങ്ങിക്കുമ്പോൾ ഇന്ന് നമുക്ക് അത്തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റും പല അത്തരത്തിലുള്ള വസ്തു വിൽപ്പന നടത്തുന്നവരുടെ അടുത്ത് നമ്മൾ പോയിട്ട് അത്തരത്തിലുള്ള എക്സ്പേർട്സ് ആരുണ്ട് അവരോട് ചോദിച്ചാൽ നമുക്ക് അതിനുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ കിട്ടും. അതേപോലെ നമുക്കിപ്പോൾ ഇലക്ട്രോണിക് സാധനം വാങ്ങിക്കുമ്പോൾ എന്തായാലും ജീവിതത്തിൽ ഒരു തീരുമാനമല്ലല്ലോ, പല രീതിയിലുള്ള തീരുമാനങ്ങൾ അതോ പല സന്ദർഭങ്ങളിൽ നമ്മൾ തീരുമാനം എടുക്കേണ്ടതായിട്ട് വരും. എപ്പോഴും ഒരുപോലുള്ള തീരുമാനവും ആയിരിക്കുകയില്ല. അപ്പോ എക്സ്പേർട്സിനോട് ചോദിച്ച് നമുക്ക് വാങ്ങിക്കാം. ഇപ്പൊ ഒരു പച്ചക്കറി വാങ്ങിക്കുകയാണെങ്കിലും, ഒരു വസ്തുക്കൾ വാങ്ങിക്കുകയാണെങ്കിലും, വസ്ത്രം വാങ്ങിക്കുകയാണെങ്കിലും, ആഭരണം വാങ്ങിക്കുകയാണെങ്കിലും, അതൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് എല്ലാവരും ഗൈഡ് ചെയ്യും. നമുക്കൊരു തീരുമാനം എടുക്കാം, ഇന്ന ഷോപ്പ് പോയാൽ മതി എന്ന് പറഞ്ഞിരുന്നവരുണ്ടാകും. പക്ഷേ അത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുഡ് സൈൻ ആയിരിക്കണം എന്നില്ല. കാരണം ജീവിതത്തിൽ അത് മാത്രമല്ലല്ലോ, പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഓർക്കാപ്പുറത്ത് വരുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ നമ്മൾ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്, അവിടെ നമ്മുടെ റൈറ്റ് ഡിസിഷൻ എങ്ങനെ എടുക്കാം എന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടതായിട്ട് വരുന്നത്. ഇപ്പോ കാരണം ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തില് ഒത്തിരി ഡൈവോഴ്സ് കേസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഒത്തിരി കുടുംബങ്ങൾ ഛിന്ന ഭിന്നമായി പോകുന്ന അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട്. ഒത്തിരി ടീനേജേഴ്സിന്റെ ലൈഫ് സ്പോയിൽ ആകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒത്തിരി പേര് സുസൈഡിലേക്ക് പോകുന്നതും ആത്മഹത്യയിലേക്ക് പോകുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പല ബിസിനസ് തകർന്നു പോകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്നൊക്കെ. അപ്പൊ അങ്ങനൊരു മനസ്സിന്റെ തകർച്ച സംഭവിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടും അഭിമുഖീകരിച്ചുകൊണ്ടും നമ്മൾ നീങ്ങുമ്പോൾ, നമ്മുടെ ജീവിതയാത്ര പോകുമ്പോൾ അവിടെയാണ് മനുഷ്യൻ പകച്ചു പോകുന്നത്. എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്? തീരുമാനം എടുക്കാൻ പറ്റാതാകുമ്പോഴാണ് ഇന്ന് പല വഴിയിലേക്ക് മനുഷ്യന്റെ മനസ്സ് പോകുന്നത്. ചിലപ്പോൾ അത് ഡിപ്രഷനിലേക്ക് പോകുന്നത് നമ്മൾ കാണാറുണ്ട്, അല്ലെ? അപ്പോഴൊക്കെയാണ് ഈ ആത്മഹത്യയിലേക്കൊക്കെ നമ്മൾ കാല് വെക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? പണ്ടൊരിക്കല് ഒരു റിട്ടയർഡ് ജഡ്ജ് പറഞ്ഞൊരു കാര്യം ഓർമ്മ വരികയാണ്. കാരണം നമുക്കറിയല്ലോ, ഏറ്റവും വലിയൊരു തീരുമാനത്തിന്റെ ലാസ്റ്റ് വാക്ക് എന്ന് പറഞ്ഞ ഒരു ജഡ്ജായിരിക്കും. എന്തെങ്കിലും ഒരു കുറ്റകൃത്യങ്ങൾ കേസുകളൊക്കെ പോകുമ്പോൾ ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാത്രം തീരുമാനം എടുക്കേണ്ട കാര്യമാണ്. പക്ഷെ ഒരു ജഡ്ജിന്റെ പോസ്റ്റ് എന്ന് പറയുമ്പോൾ അതല്ലല്ലോ. ഇതെന്റെ മക്കൾക്ക് വേണ്ടി അതോ ഭാര്യയ്ക്ക് വേണ്ടി കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടല്ലല്ലോ അവരിയ്ക്കുന്നത്. അപ്പൊ അവരുടെ തീരുമാനം ഒരിക്കലും തെറ്റാൻ പാടില്ല. ഒരാളുടെ ഫേവറിലേക്ക് മാത്രം അവർ തീരുമാനം കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവര് പറയുമായിരുന്നു, അതായത് ഞാൻ എൻ്റെ കരിയറിൽ അഥവാ അവരുടെ പൊതുവേ ഉള്ളൊരു ഹാബിറ്റ് ആയിരുന്നു, അവര് എപ്പോഴും 1 മണിക്കൂർ സമയം തനിക്ക് വേണ്ടി ചെലവാക്കുമായിരുന്നു. അതായത് കേസിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിലും ശരി, അങ്ങനത്തെ ഉള്ള കേസുകളെ പറ്റി പഠിക്കുകയാണെങ്കിലും ശരി, അവർ പഠിത്തത്തിന് വേണ്ടി 1 മണിക്കൂർ മാറ്റിവെക്കും. അതിനോടൊപ്പം തന്നെ അവരോട് തന്നെ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുമായിരുന്നു, അതിനെക്കുറിച്ച് മനനം ചെയ്യുന്നതായിരുന്നു.
ആ 1 മണിക്കൂർ അതിനു വേണ്ടി ഡെയിലി മാറ്റി വെക്കുകയായിരുന്നു. അതുകൊണ്ട് അവർക്കുള്ള ഉപകാരം എന്തായിരുന്നു? ഏതൊരു സാഹചര്യത്തിൽ എങ്ങനെയുള്ള കേസിന്റെ തീരുമാനം എടുക്കുമ്പോഴും അവർക്ക് യാതൊരു സംശയമില്ലാതെ, രണ്ടാമതൊരു ചിന്ത പോലും അവരുടെ മനസ്സിൽ വരാതെ ആ ഒരു കേസിന്റെ തീരുമാനം അവർക്ക് അറിയിക്കാൻ പറ്റുമായിരുന്നു, ജഡ്ജ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ അതുപോലെ അവർക്ക് ഉണ്ടായിരുന്ന അനുഭവം അവർ പറഞ്ഞു, അവരുടെ മനസ്സെപ്പോഴും കൂലായിരിക്കും, മനസ്സെപ്പോഴും ശാന്തമായിരിക്കുന്നു. കാരണം എല്ലാ ജ്ഞാനവും തൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ്, മനസ്സെപ്പോഴും കലുഷിതമാകാതെ ശാന്തവും സ്ഥിരവുമാകുമായിരുന്നു. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും പല സന്ദർഭങ്ങളിൽ, പല സിറ്റുവേഷൻ നമ്മൾ ഓർക്കാപ്പുറത്ത് നമ്മുടെ മുന്നിൽ എത്തുമ്പോൾ നമ്മൾ എങ്ങനെ തീരുമാനം എടുക്കണം? അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഉടനെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുക, എടുത്തു ചാടി പലതും പറഞ്ഞു പോകുക, എടുത്തു ചാടി നമ്മൾ എന്തെങ്കിലും ചെയ്യുക അല്ല. നമ്മൾ ആദ്യം നമ്മുടെ മനസ്സ് ശാന്തമാക്കാൻ ശ്രമിക്കുക. 1 സെക്കൻഡ് ആ ഒരു അവസ്ഥ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഉടനെ ശാന്തമായിരിക്കുക, ഒരു സ്ഥലത്ത് മിണ്ടാതിരിക്കുക, എല്ലാവരിൽ നിന്നും മാറിയിരിക്കുക. എന്നിട്ട് മനസ്സിന് ആദ്യം തണുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക, മനസ്സിനെ ശാന്തമാക്കുക. എപ്പോഴാണ് മനസ്സ് ശാന്തമാകുന്നത്? അപ്പോ നമുക്കറിയാം നമ്മുടെ ഉള്ളില് ജ്ഞാനമുണ്ട്, നമ്മളുടെ ഉള്ളില് ഒരു അറിവ് ഒളിഞ്ഞിരിപ്പുണ്ട്. എല്ലാത്തിനെ കുറിച്ചുള്ള ഒരു അറിവ് നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഉണ്ട്. പക്ഷേ തളച്ചു മറയുന്ന മനസ്സിനകത്ത് ആ ഒരു ജ്ഞാനത്തെ പുറത്തേക്ക് കൊണ്ടുവരിക, അതൊരു ഡിസിഷൻ എടുക്കുക അത്ര എളുപ്പമായിരിക്കില്ല. അതുകൊണ്ടാണ് ആദ്യം മനസ്സിനെ ശാന്തമാക്കുക. അപ്പൊ നമ്മുടെ ഉള്ളിൽ ആ ഇൻറ്റ്യൂഷൻ എന്താണ്, അത് ആക്റ്റീവ് ആകാൻ തുടങ്ങും. അതായത് നമ്മളുടെ ഉള്ളിലൊരു അധ്യാപകൻ എന്ന് വേണമെങ്കിലും പറയാം, അതോ നമ്മളുടെ ഉള്ളിലൊരു പ്രേരകൻ എന്ന് വേണമെങ്കിലും പറയാം. നമ്മളുടെ അകത്ത് എന്താണോ, നമ്മൾ പലപ്പോഴും പറയും ഒരു ഉൾവിളി എന്ന് നമ്മൾ സാധാരണ ഭാഷയിൽ പറയാറുണ്ട്. അപ്പൊ നമ്മളുടെ ഉള്ളിലെ ആ ഒരു അന്തർജ്ഞാനം എന്താണോ അത് നമുക്ക് യഥാർത്ഥമായിരിക്കുന്ന വെളിച്ചം കാണിക്കും. ഇതാണ് നീ എടുക്കേണ്ട തീരുമാനം, ഇതാണ് ശരി, ഇതാണ് തെറ്റ് എന്ന് നമുക്ക് ആ ഒരു വഴി കാണിക്കും. അഥവാ ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു പവർ നമ്മളുടെ ഉള്ളിൽ നിറയ്ക്കുകയാണ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് മനസ്സിനെ കലുഷിതമാക്കി നമ്മൾ ഒരു തീരുമാനം എടുക്കരുത്, അതെപ്പോഴും തെറ്റായിരിക്കും. അതുകൊണ്ട് നമ്മൾ 1 സെക്കൻഡ് തൻ്റെ മനസ്സിനെ ശാന്തമാക്കാനുള്ള കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സ്വയം റൈറ്റ് ഡിസിഷൻ എടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും.